എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് പയ്യന്നൂർ തെക്കേ ബസാർ സ്വദേശിനികളായ രമ്യ ബാലനും സൗമ്യ ബാലനുമാണ്. ഇവർ ഇരട്ട സഹോദരിമാരാണ്. ഒരാൾ തൈക്കൊണ്ടോ ഇൻസ്ട്രക്ടറും ഒരാൾ വിദ്യാർത്ഥിയുമാണ്. എന്തൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങളെന്ന് ചോദിച്ചറിയാം. ഞങ്ങൾ ഇരട്ട സഹോദരികളാണ്. ഞങ്ങൾ 95 അതായത് ഞങ്ങൾ 5ാം ക്ലാസ് 6ാം ക്ലാസ് സമയത്താണ് നമ്മൾ തൈക്കോണ്ടോയിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നത്. അത് ഞങ്ങൾ വന്നത് വെച്ചാൽ ഞങ്ങൾ അനിയനുണ്ട്. അനിയനെ പഠിപ്പിക്കാന്നുള്ളതിൽ അനിയൻ്റെ കൂടെ നമ്മൾ രണ്ടാളും കൂടി ഇതിലേക്ക് തൈക്കോണ്ടോ ക്ലാസ്സിലേക്ക് പോവുകയുണ്ടായിരുന്നത്. പക്ഷേ ബാക്കി അതായത് ഏച്ചിമാരെ കൂടിയാണെങ്കിൽ അവൻ ചെയ്യും, അല്ലാണ്ട് അവൻ ഒറ്റക്ക് പോകാൻ അത്ര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അങ്ങനെയാണ് നമ്മൾ ഞാനും രമ്യയും കൂടി ഇതിലേക്ക് കടന്നു വരുന്നത്. പിന്നെ അവൻ ഒരു ഇതെത്തുമ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങളെ താല്പര്യം കണ്ട് അച്ഛനും അമ്മയും ഞങ്ങൾ ഇതിലേക്ക് വിട്ടു. ഒരു +2 വരെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഡിഗ്രി ഞാൻ കുറച്ച് ബാക്ക് അടിച്ചു, ഇവള് പിന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഇതാ ഈ ഇടക്കാണ് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ജോയിൻ ആയത്. ഇപ്പോൾ ഇവളെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ രമ്യച്ച് അത് കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ ഇൻസ്ട്രക്ടറായി. പിന്നെ സൗമ്യ പറഞ്ഞ ആൾ ബാക്ക് അടിച്ചു. അപ്പോൾ ഇപ്പം ട്വിൻസിൻ്റെ കീഴിൽ പഠിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. തീർച്ചയായിട്ടും. എന്താണ് അതിൻ്റെ സന്തോഷം? എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ പണ്ടേ പറയുന്നുണ്ട് ഇവളോട് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന നമുക്ക് പിന്നെയും ജോയിൻ ചെയ്യാന്നുള്ളൊരു. പക്ഷേ അവൾക്കെന്തോ പല സാഹചര്യം നമ്മൾ അറിയാമല്ലോ, പല സാഹചര്യങ്ങളുണ്ട്. അപ്പം അവൾക്ക് തീരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാനും എൻ്റെ മക്കളും എല്ലാവരും കൂടെ ഇതിലെ ഫീൽഡിൽ നല്ല സജീവമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം നിർബന്ധിച്ച സമയത്ത് അവൾ ആദ്യം വന്നു. ഭയങ്കര സന്തോഷം. കാരണം അന്ന് നമ്മൾ ഒരുമിച്ചായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നു, അവൾ എൻ്റെ സ്റ്റുഡൻറ്റ് ആ രീതിയിൽ. അതൊരു ഭയങ്കര സന്തോഷമാണ്. സഹോദരിനെ കൂടാണ്ട് മക്കളെയും പഠിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ട്. മക്കളുണ്ട്, രണ്ടാളും ഇതേ ഫീൽഡിൽ തന്നെയുള്ളത്. മൂത്താൾ ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് ആണ്, മറ്റേ റെഡ് ബെൽറ്റ് ആണ്. അവരും എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം പിന്നെ ഒരു പെൺകുട്ടിക്ക് പിന്നെ ഇതിനെ കൊണ്ട് ഗുണമുണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ആത്മവിശ്വാസം കൂടും. കാരണം നമുക്ക് പെട്ടെന്നൊരു നമുക്ക് പല കാര്യങ്ങളും നമ്മളെ ആത്മവിശ്വാസം കുറവ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ തൈക്കോണ്ടോ പോലത്തെ മാർഷൽ ആർട്സ് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ധൈര്യത്തോടെ ഏത് കാര്യത്തിനും ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ളൊരു കഴിവ് എന്തായാലും ഉണ്ടാവും. ആ ഒരു കാലത്ത് ഇത് പഠിക്കുമ്പോൾ ഒരുപാട് പിന്നെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവും. അത് തരണം ചെയ്ത് എങ്ങനെയാണ്? ആ സമയത്ത് പെൺകുട്ടികൾ ഇതുപോലത്തെ ആയോധനകൾ പഠിക്കുന്നില്ല. എല്ലാവരും ഡാൻസും ആ രീതിയിലാണ് പോകുന്നുണ്ടായിരുന്നത്. നമ്മളെ വീട്ടിനുള്ളിൽ തന്നെ ആയാലും നമ്മളെ അടുത്തുള്ള ആളുകൾ നമ്മളെ വെറുതെ ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ എന്തിനാണ് പോകുന്നത്, ഇതൊക്കെ വെറുതെ അല്ലേ, ആ ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നു അന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ചില സമയം വളരെ മോശമായിട്ട് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നതിന് പാട്ട് പഠിച്ചു ഇതൊക്കെ അല്ലേ നല്ലത്, പെൺകുട്ടികളെ സംബന്ധിച്ച് അതല്ലേ നല്ലത് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അതല്ല, ഇതാണ് നല്ലതെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ നാഷണൽ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗോൾഡ് മെഡലിസ്റ്റാണ്. ബെസ്റ്റ് ഫൈറ്റർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ 2-3 ചാമ്പ്യൻഷിപ്പുകളിൽ അങ്ങനെ പങ്കെടുത്തു. പിന്നെ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ തന്നെ എൻ്റെ മക്കളും അതേ ഇതിൽ പങ്കെടുക്കുന്നുള്ളത് അതൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മൾ 3 ഒരുമിച്ച് മെഡൽ വാങ്ങുന്നു. അതൊക്കെ ഒരു അമ്മ എന്നുള്ള രീതിയിലും ഒരു ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിലും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഇവളെ സംബന്ധിച്ചിട്ട് ഇവളെ ഇന്ന് സമ്പാദിക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള അതിലേക്ക് ചിലവിട്ടിട്ട് അതിൻ്റെ വാല്യൂ കൂട്ടുന്നുമുണ്ട്. അവനവൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്നുണ്ട് അവളെ കാര്യത്തിൽ. അങ്ങനെ ഇപ്പം 2nd ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റാണ്. ഇവളെ സംബന്ധിച്ച് ഇവള് ഏഷ്യൻ താരം കൂടിയാണ്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്തിട്ടുണ്ട്, മെഡൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയൊരു ഇതും കൂടി അവൾക്കുണ്ട്. ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും എന്ന് തന്നെ പറയാം തൈക്കോണ്ടോയുടെ അഭ്യാസകരും അതുപോലെ പരിശീലകരും ഒക്കെയാണ്. ഇനിയും ഒരുപാട് ബഹുമതികളും അംഗീകാരങ്ങളും ഇവരെ തേടിയെത്താനുണ്ട്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.